ഹേ ഗായ്സ്, ഇന്ന് റംദാൻ ഏഴല്ലേ. അപ്പോൾ റംദാൻ ഏഴിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഇന്ന് അത്താഴത്ത് ഞാൻ വെള്ളപ്പവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയാണ് കഴിച്ചത്. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ളപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാലോ. ആദ്യം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് ആപ്പിളും പേരക്കയും മുസമ്മിയും പിന്നെ തണ്ണിമത്തനുമാണ് ഉണ്ടായിരുന്നത്. റംദാനിന് വേറെ ഒരു ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും തണ്ണിമത്തൻ നിർബന്ധമാണല്ലോ അല്ലേ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്ന്. ജ്യൂസ് ചിക്കു ജ്യൂസ് ആയിരുന്നു. ഞാൻ ജ്യൂസിൽ പഞ്ചസാര ഇടാറില്ല, അതിന് പകരം ഈത്തപ്പഴമാണ് ഇടാറ്. അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി ഗൈസ്. എന്താണെന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഈത്തപ്പഴത്തിലെ കുരു കളയായിരുന്നു കേട്ടോ. എന്താ പറയുക, കത്തി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കളഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ കത്തി സ്ലിപ്പായി നേരെ എൻ്റെ വിരലിൽ കൊണ്ടു. ചെറിയ മുറിവ് ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ കുറച്ചധികം ബ്ലഡ് പോയി. ഫസ്റ്റ് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ബ്ലഡ് കഴുകി എന്നിട്ട് ഒരു ശീലെടുത്താണ്ട് എൻ്റെ കൈ കെട്ടി തന്നെ. അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ബാക്കി ഈത്തപ്പഴം കൂടി കുരു കളയാന്നുള്ളതിൽ അടുക്കളയ്ക്ക് വന്നതാണ്. തന്നെ എനിക്ക് എൻ്റെ കണ്ണൊക്കെ മങ്ങി തുടങ്ങി. എനിക്ക് ആകെ എന്തൊക്കെയോ പോലായി. അപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് എനിക്ക് തല കറങ്ങുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഹോളിലായിരുന്നേ. എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മയും താക്കോ ഉണ്ടായിരുന്നു. അവരാണ് എന്നെ ഹോൾക്ക് കൊടുക്കുന്നത്. അവർ രണ്ടാളും നല്ല പേടിച്ചിരുന്നേ. എന്താ പറ്റിയെന്ന് അറിയാം. ബ്ലഡ് കണ്ട സാധാരണ എനിക്ക് ഇങ്ങനൊന്നും വരാറില്ല. അതിന് എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല. എപ്പോഴും ഒരേപോലെ ആവില്ല. ഇന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലാനിലായിരുന്നേ. പക്ഷെ അതെല്ലാം പിന്നെ ഒന്നിനും എനിക്കൊരു മൂഡ് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നേ ഇന്നത്തെ ഫുഡ്. അപ്പോൾ റംദാൻ ഏഴിൻ്റെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.